ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ രസതന്ത്രത്തിൽ നിന്നുള്ള ഒന്നാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 10ാം ക്ലാസ്സിലെ ബയോളജി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ഒന്നാമത്തെ പാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ രണ്ടാം പാർട്ട് ഉടനെ ഡൗൺലോഡ് ചെയ്തിടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാമിൽ നമ്മൾ PSC പ്രിസം ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കിട്ടാത്തവർക്ക് PSC പ്രിസം എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് നമ്മുടെ ഓരോ വീഡിയോസും കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. 10ാം ക്ലാസ്സിലെ രസതന്ത്രത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കുന്നത്. പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. അപ്പോൾ നമുക്കറിയാം, പീരിയോഡിക് ടേബിളിൽ മൂലക സ്വഭാവങ്ങളുടെ ക്രമാവർത്തനത്തിൻ്റെ അടിസ്ഥാനം അവയുടെ ആറ്റത്തിൻ്റെ ഘടനയാണ്. ഇനി നമ്മൾ പറയുന്നത് ഇലക്ട്രോൺ വിന്യാസത്തെക്കുറിച്ചാണ്. ഇവിടെ എന്താണ് ഇലക്ട്രോൺ വിന്യാസം? നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇലക്ട്രോൺ വിന്യാസത്തെക്കുറിച്ച്. ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ്? നമുക്കറിയാം, നമ്മുടെ ഇലക്ട്രോണുകളെ വിന്യസിച്ചിരിക്കുന്നത് K, L, M, N എന്നീ ഷെല്ലുകളിലായിട്ടാണ്. അപ്പോൾ K ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എന്ന് പറയുന്നത് 2 ആണ്. ഇനി L ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. അതുപോലെ M ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എന്ന് പറയുന്നത് 18. അതുപോലെ നമ്മുടെ N ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 32. ഇങ്ങനെയാണ് നമ്മുടെ ഷെല്ലുകളുടെ ക്രമം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണെന്ന് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഓരോ മൂലകങ്ങളും അതിൻ്റെ ഷെല്ലുകളും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്നത് ഏതാണ്? ലിഥിയമാണ്. ലിഥിയത്തിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ലിഥിയത്തിൻ്റെ അറ്റോമിക നമ്പർ 3. അതിൽ K ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. ഇനി ബാക്കി എത്രയുണ്ട്? 1 ഇലക്ട്രോൺ ഉണ്ട്. അത് ഏത് ഷെല്ലിലാണ്? L ഷെല്ലിലാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ L ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 1. അപ്പം ലിഥിയത്തിൻ്റെ 3 ഇലക്ട്രോണുകളായി. ഇനി M ഷെല്ലിൽ എന്ത് ഇലക്ട്രോണുകളൊന്നും ഇല്ല. അടുത്ത് നമ്മൾ പറയുന്നത് സോഡിയത്തിൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ്? സോഡിയത്തിൻ്റെ അറ്റോമിക നമ്പർ 11 ആണ്. അപ്പോൾ സോഡിയത്തിൻ്റെ അറ്റോമിക നമ്പർ 11. K ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ കൊള്ളും? 2 ഇലക്ട്രോണുകൾ. അതുപോലെ L ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകൾ എത്രയാണ്? 8. ഇനി ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ ഉണ്ട്. അത് ഏത് ഷെല്ലിലാണ്? അത് M ഷെല്ലിലാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ 11 ഇലക്ട്രോണുകളായി. ഇനി ആർഗണിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ആർഗണിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? ആർഗണിൻ്റെ അറ്റോമിക നമ്പർ 18 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. K ഷെല്ലിൽ 2 ഇലക്ട്രോൺ, L ഷെല്ലിൽ എത്രയാണ്? 8 ഇലക്ട്രോൺ. അപ്പോൾ 10 ആയി. ഇനി അടുത്ത M ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് കൊടുക്കാൻ പറ്റും? 8 ഇലക്ട്രോൺ. അപ്പോൾ ആർഗൺ എന്ന് പറയുന്നത് 2, 8, 8 എന്നതാണ് ആർഗണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് K ഒഴികെയുള്ള എല്ലാ മുഖ്യ ഊർജ നിലകളിലും ഒന്നിലധികം സബ്ഷെല്ലുകളുണ്ട്. അപ്പോൾ K ഷെല്ലിൽ 1 സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ. Kയിൽ 1 ഉള്ളൂ. അപ്പോൾ ബാക്കി K ഒഴികെ എല്ലാ മുഖ്യ ഊർജ നിലകളിലും എന്തുണ്ട്? ഒന്നിലധികം സബ്ഷെല്ലുകൾ ഉണ്ട്. Kയിൽ ഇത്തരത്തിലുള്ള ഒരു ഊർജ്ജനില മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ Kയിൽ എന്താണ്? ഒരു ഊർജ്ജനില മാത്രമേ ഉള്ളൂ. ഓരോ ഊർജ്ജനിലയിലും അതിൻ്റെ ഷെല്ലിൻ്റെ ക്രമ നമ്പറിന് തുല്യമായ എണ്ണം സബ് ഷെല്ലുകളാണ് ഉണ്ടായിരിക്കുക.
അപ്പോൾ ഓരോ ഊർജ്ജനിലയുടെയും പ്രത്യേകത എന്താണ്? ആ ഊർജ്ജനിലയിൽ അതിൻ്റെ ഷെല്ലിൻ്റെ ക്രമ നമ്പറിന് തുല്യമായ എണ്ണം എന്തുണ്ടായിരിക്കും? സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും. ഇനി അറ്റോമിക് നമ്പർ 11 വരുന്ന സോഡിയത്തിലെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ പറഞ്ഞു. സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 എന്നതാണ് നമ്മൾ പറഞ്ഞു. അതിൽ കെ ഷെല്ലിൽ 2, എല്ലിൽ 8, എം ഷെല്ലിൽ എന്താണ് 1. ഇങ്ങനെയാണ് സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ, അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ഇനി സോഡിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? സോഡിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ 1 അവസാന ഇലക്ട്രോൺ വിന്യാസം എത്രയാണോ അതായിരിക്കും ആ ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്, ആ മൂലകത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ ഇവിടെ സോഡിയത്തിൻ്റെ അവസാനത്തെ ഇലക്ട്രോൺ വിന്യാസത്തിൽ അവസാനത്തെ എണ്ണം എത്രയാണ്? 1. അപ്പോൾ സോഡിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 1. സോഡിയത്തിൻ്റെ പീരീഡ് നമ്പർ 3. അപ്പോൾ സോഡിയം ഏത് പീരീഡിലുള്ളതാണ്? സോഡിയത്തിൻ്റെ പീരീഡ് നമ്പർ ചോദിച്ചാൽ അത് സോഡിയം 3ാം പീരീഡിൽ ഉൾപ്പെടുന്ന ഒരു മൂലകമാണ്. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ തരാം. എങ്ങനെയാണ്? ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം എങ്ങനെയായിരിക്കും? കൂടി വരും. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരുമോ കുറഞ്ഞു വരുമോ? കൂടി വരുന്നു. അതുപോലെ പ്രധാന ഊർജ നിലകളിൽ തന്നെയുള്ള ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം എങ്ങനെയായിരിക്കും? കുറയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു? ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ആരൊക്കെ തമ്മിലുള്ള ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം എന്ത് ചെയ്യുന്നു? കുറയുന്നു. എന്നാൽ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് എന്താണ്? ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഇപ്പം ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുമ്പോൾ എന്താണ്? ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരും. എന്നാൽ ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് എന്ത് കുറഞ്ഞു വരുന്നു? നമ്മുടെ ഇലക്ട്രോണുകളും ന്യൂക്ലിയസും തമ്മിലുള്ള ആകർഷണ ബലം എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. സബ് ഷെല്ലുകളെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. എന്താണ് സബ് ഷെല്ലുകൾ? പ്രധാന ഊർജ നിലകളിൽ തന്നെയുള്ള ഊർജ നിലകൾ അറിയപ്പെടുന്നതാണ് സബ് ഷെല്ലുകൾ. അപ്പോൾ സബ് ഷെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാന ഊർജ നിലകളിൽ തന്നെയുള്ള ഊർജ നിലകളെയാണ് എന്തെന്ന് പറയുന്നത്? സബ് ഷെല്ലുകൾ എന്ന് പറയുന്നത്. സബ് ഷെല്ലുകൾ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ സബ് ഷെല്ലുകൾക്ക് പേര് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? സബ് ഷെല്ലുകളുടെ പേരുകൾ ഇങ്ങനെയാണ്: SPDF. ഇങ്ങനെയാണ് സബ് ഷെല്ലുകൾക്ക് നാമകരണം ചെയ്തിരിക്കുന്നത്. ഇനി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് എന്ന് പറഞ്ഞാൽ അത് ഷാർപ്പാണ്. പി ആണെങ്കിലോ പ്രിൻസിപ്പൽ, ഡി ഡിഫ്യൂസ്, എഫ് എന്താണ്? ഫണ്ടമെൻ്റൽ. അപ്പോൾ ഇത് ഓരോന്നും ഓരോ ഇതിനെയാണ് സൂചിപ്പിക്കുന്നത്. എസ് ഷാർപ്പ്, പി പ്രിൻസിപ്പൽ, എഫ് ഡി എന്താണ്? ഡിഫ്യൂസ്, എഫ് എന്താണ്? ഫണ്ടമെൻ്റൽ. അപ്പോൾ ഓരോ എന്താണ് സബ് ഷെല്ലുകളും നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന പേരുകളാണ് നമ്മൾ പറഞ്ഞത്. SPDF എന്നാണ് ഇവ ഓരോന്നും എന്ത് ചെയ്തിരിക്കുന്നത്? നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഇതാണ് എസ് സബ് ഷെല്ല്. ഈ എസ് സബ് ഷെല്ലിൻ്റെ ആകൃതി എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എന്താകൃതിയാണ്? ഗോളാകൃതിയാണ്. ഏതിന്? എസ് സബ് ഷെല്ലിന്. ഇനി ഇതാണ് എന്ത്? പി സബ് ഷെൽ എന്ന് പറയുന്നത്. ഇത് പി സബ് ഷെല്ലാണ്. അപ്പോൾ ഇതിൻ്റെ ആകൃതി എന്താണ്? പി സബ് ഷെല്ലിൻ്റെ ആകൃതി ഒരു ഡമ്പൽ, നമ്മൾ ഡമ്പലൊക്കെ എടുത്ത് പൊക്കൂലേ, ആ ഡമ്പലിൻ്റെ ആകൃതിയാണ് എന്തിനുള്ളത്? പി സബ് ഷെല്ലിന് ഉള്ളത്. അപ്പോൾ
എസ് സബ് ഷെല്ലിന് എന്താണ്? ഗോളാകൃതിയാണ്. പി സബ് ഷെല്ലിൻ്റെ ആകൃതി എന്താണെന്ന് നമ്മൾ പറഞ്ഞു? ഡംബലാകൃതിയാണ്. ആറ്റം ഘടനയെ സംബന്ധിച്ച ആധുനിക സിദ്ധാന്ത പ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ത്രിമാന മേഖലയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ആറ്റം ഘടനയെ സംബന്ധിച്ച ആധുനിക സിദ്ധാന്ത പ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ത്രിമാന മേഖലയിലാണെന്ന് നമ്മൾ പഠിച്ചു. ഉപ ഊർജ നിലകളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുവാൻ സാധ്യത കൂടിയ മേഖലകളെ അറിയപ്പെടുന്നത് എന്താണ്? ഓർബിറ്റലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഉപ ഊർജ നിലകൾ, അതായത് സബ് വിന്യാസം, ഇലക്ട്രോണുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപ ഊർജ നിലകളായിട്ട് ഇലക്ട്രോണുകളെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഈ ഉപ ഊർജ നിലകളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്, ഇലക്ട്രോൺ സബ് വിന്യാസത്തിൽ അത് കാണപ്പെടുന്നത് എങ്ങനെയാണ്? അത് ഓർബിറ്റലുകൾ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഉപ ഊർജ നിലകളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുവാൻ സാധ്യത കൂടിയ മേഖല അറിയപ്പെടുന്നത് ഓർബിറ്റലുകൾ എന്നാണ്. അടുത്തത്, ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഒരു ഇലക്ട്രോണിൽ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. ഓർബിറ്റലിൽ ഉൾക്കൊള്ളുന്നതാണ് കേട്ടോ. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2. അപ്പോൾ എസ് സബ്ഷെല്ലിലെ ഓർബിറ്റലിൻ്റെ ആകൃതി നമ്മൾ പറഞ്ഞു ഗോളാകൃതിയാണെന്ന് പറഞ്ഞു. ഈ പി സബ്ഷെല്ല് വരുമ്പോൾ ഡംബലിൻ്റെ ആകൃതിയാണെന്ന് പറഞ്ഞു. അതുപോലെ ഡി എഫ് സബ്ഷെല്ലിലെ ഓർബിറ്റലിൻ്റെ ആകൃതി എങ്ങനെയാണ്? അത് സങ്കീർണമാണ്. അത് എങ്ങനെയാണ്? സങ്കീർണമാണെന്നാണ് പറയുന്നത്. ഡിയും അതുപോലെ എഫും സബ്ഷെല്ലിലെ ഓർബിറ്റലിൻ്റെ ആകൃതി സങ്കീർണമാണ്. ഇനി നമ്മൾ ഓർബിറ്റലുകളുടെ എണ്ണത്തെക്കുറിച്ചാണ് പറയുന്നത്. സബ്ഷെല്ല് അവയുടെ ഓർബിറ്റലിൻ്റെ എണ്ണം നമ്മൾ പറഞ്ഞു. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇതിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് പറഞ്ഞു? 1 ആണെന്ന് പറഞ്ഞു. 2 ആണെന്ന് പറഞ്ഞു അല്ലേ? ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എത്രയാണ്? 2 എന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഓർബിറ്റലുകളുടെ എണ്ണവും അതിൻ്റെ സബ്ഷെല്ലുമാണ് തന്നിരിക്കുന്നത്. സബ്ഷെല്ല് ഓർബിറ്റൽ. എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഓർബിറ്റൽ എത്രയാണ്? ഒരു ഓർബിറ്റലാണ് എസ് സബ്ഷെല്ലിനുള്ളത്. ഇനി പി സബ്ഷെല്ലിന് എത്ര ഓർബിറ്റലുണ്ട്? 3 ഓർബിറ്റലാണ് ഏതിലുള്ളത്? പി സബ്ഷെല്ലിലുള്ളത്. ഡി സബ്ഷെല്ലിലാണെങ്കിലോ 5 സബ്ഷെല്ലാണ് ഉള്ളത്. 5 ഓർബിറ്റലാണ് ആർക്കുള്ളത്? ഡിക്കുള്ളത്. എഫിനാണെങ്കിലോ 7 ഓർബിറ്റലാണുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് താഴോട്ട് പറയുമ്പോൾ ഇതെന്താണെന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ എന്താണ്? സബ്ഷെല്ല് എസ്സിലാണെങ്കിൽ 1 ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. പിയിൽ എത്രയെണ്ണമുണ്ട്? 3 ഓർബിറ്റലുകളുണ്ട്. ഡിയിൽ 5 ഓർബിറ്റലുണ്ട്. എഫിൽ എത്രയാണ്? 7 ഓർബിറ്റലുകൾ മാത്രമാണ് ഉള്ളത്. ഇനി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സബ്ഷെല്ലിലെ ഇലക്ട്രോണുകൾ, ഓരോ ഷെല്ലിലെയും സബ്ഷെല്ലുകൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഷെൽ നമ്പർ, ഒന്നാമത്തെ ഷെൽ നമ്പറിലെ സബ്ഷെൽ ഏതാണ്? എസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ഷെല്ല് നമ്പർ 1 ആണെങ്കിൽ അതിൻ്റെ സബ് ഷെല്ലുകൾ എത്രയാണ്? എസ് മാത്രമാണ് ഒന്നാമത്തെ സബ് ഷെല്ലിലുള്ളത്. എസ് മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ഷെൽ നമ്പർ നമ്മൾ കൊടുത്തു. അത് എങ്ങനെയാണ്? എസും പിയും ഉണ്ട്. അപ്പോൾ ഓരോ ഷെല്ലിലെയും സബ് ഷെല്ലുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ഷെൽ നമ്പറിൽ എത്രയേ ഉള്ളൂ? എസ് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ സബ് ഷെല്ലിൽ എസ് മാത്രമാണുള്ളത്. ഇനി രണ്ടാമത്തെ സബ് ഷെല്ലിലോ എസുമുണ്ട് പിയുമുണ്ട്. ഇനി മൂന്നാമത്തതിൽ ഏതൊക്കെയാണ്? എസ് പി ഡി എന്നിവയാണ് ഉള്ളത്. നാലാമത്തെ സബ് ഷെല്ലിലാണെങ്കിൽ ഏതൊക്കെയുണ്ട്? നാലാമത്തെ ഷെൽ നമ്പറിൽ എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എന്തെന്ന് പറയുന്നത്? സബ് ഷെല്ലുകൾ വിന്യസിച്ചിരിക്കുന്നത്, സബ് ഷെല്ലുകൾ ഉള്ളത്. അപ്പോൾ ഓരോ ഷെല്ല് നമ്പരും അതുപോലെ അതിൻ്റെ സബ് ഷെല്ലും മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെയാണ് ഷെല്ല് നമ്പർ നമ്മളിപ്പോൾ 1 കൊടുത്താൽ ഒന്നാമത്തെ ഷെല്ലിൽ
ഒരു സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ, അത് ഏതാണ്? എസ് മാത്രമാണ്. ഇനി രണ്ടാമത്തെ സബ്ഷെല്ലിൽ എത്രയാണ്? 2 എണ്ണമുണ്ട്, എസും പിയും. മൂന്നാമത്തേലോ 3 എണ്ണമുണ്ട്, നാലാമത്തേലാണെങ്കിലോ 4 SPDF. അങ്ങനെയാണ് നമ്മൾ വിന്യസിച്ചിരിക്കുന്നത്. എല്ലാ ഷെല്ലുകളിലുമുള്ള പൊതുവായ സബ് ഷെല്ല് ഏതാണ്? ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഷെല്ലിലുണ്ട്, രണ്ടാമത്തെ ഷെല്ലിലുണ്ട്, മൂന്നാമത്തെ ഷെല്ലിലും നാലാമത്തെ ഷെല്ലിലും പൊതുവായിട്ടുള്ളത് ആരാ? എസ് ആണല്ലേ. അപ്പോൾ എസ് സബ് ഷെല്ലാണ് എല്ലാ ഷെല്ലുകളിലും പൊതുവായിട്ടുള്ള സബ് ഷെല്ല്. ഇനി നമ്മൾ പറയുന്നത് സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഷെൽ നമ്പർ, അതിനു മുമ്പ് ഷെൽ നമ്പറും ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണവും നമ്മൾ അറിയണം. ഇപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? അത് 2 ആണ്. ഇപ്പോൾ ഒന്നാമത്തെ ഷെൽ ഏതാണെന്ന് നമുക്കറിയാം, കെ ഷെല്ലാണ്. സബ് ഷെല്ലല്ല ഇവിടെ പറയുന്നത്, ഷെല്ലാണ്. അപ്പോൾ അത് കെ ആണ്, അതിൽ 2 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും. ഇനി രണ്ടാമത്തെ ഷെൽ നമ്പർ 2, അതിലെത്രയാണ്? 8. അത് ഷെൽ നമ്പർ 2 ഏതാണ്? കെ എൽ ആണ്, അതിൽ 8 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും. ഇനി ഷെൽ നമ്പർ 3 അതേതാണ്? ഷെൽ നമ്പർ മൂന്നാമത്തേത് എം ആണ്, അതിൽ 18 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും. ഷെൽ നമ്പർ 4 ഏതാണ്? എൻ ആണ്, അതിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 32. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? സാധാരണ നമ്മളൊരു ഷെല്ലിനെയും അതുപോലെ അതിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളെയും ക്രമീകരിച്ചിരിക്കുന്നത് KLMN, അങ്ങനെ ആ രീതിയിലാണ്. ഇനി നമ്മൾ സബ് ഷെല്ലിലോട്ട് വരികയാണ്. സബ് ഷെല്ലിലാണെങ്കിൽ എങ്ങനെയാണ്? ഇപ്പോൾ സബ് ഷെല്ലിൽ ഒന്നാമത്തെ ഷെല്ല് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഷെൽ നമ്പർ, സബ് ഷെല്ലിൻ്റെ ഒന്നാമത്തെ ഷെൽ നമ്പർ എടുക്കുന്നു. അതിൽ ഉൾക്കൊള്ളുന്നത് ഏതാണ്? എസ് എന്ന് പറയുന്ന സബ് ഷെല്ലാണ് ഒന്നാമത്തതിൽ വരുന്നത്. ഇനി രണ്ടാമത്തേതിൽ ഏതാണ്? എസും പിയുമാണ് വരുന്നത്. മൂന്നാമത്തെ ഷെല്ല് നമ്പറിൽ മൂന്നാമത്തേൽ SP D വരുന്നുണ്ട്. ഇനി നാലാമത്തെ ഷെൽ നമ്പർ, അതുപോലെ അതിൽ സബ് ഷെൽ എത്ര? നാലാമത്തേൽ 4 SPDF. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്? സബ് ഷെല്ല് കണക്കാക്കുന്നത്. ഇനി ഈ സബ് ഷെല്ലുകളെ സൂചിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ പറയുന്നത്. ഇനി ഒന്നാമത്തെ സബ് ഷെല്ല് ആണെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും? ഒന്നാമത്തെ നമ്പർ ആണെങ്കിൽ 1s എന്ന് പറയും. ഒന്നാമത്തെ നമ്പർ ഇട്ട് കൊടുത്താൽ നമ്മൾ എന്ത് പറയും? 1s എന്ന് പറയും. ഇനി രണ്ടാമത്തതാണെങ്കിൽ എന്താണ്? 2s 2p ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. 2s അതിലുണ്ട്, 2pയും ഉണ്ട്. അപ്പോൾ 2s 2p എന്ന് പറയും. ഇനി മൂന്നാമത്തെ ഷെൽ നമ്പർ മൂന്നാമത്തേലാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? 3s 3p 3d ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഇനി നാലാമത്തേലാണെങ്കിലോ 4s 4p 4d 4f ഇങ്ങനെയാണ് നാലാമത്തെ ഷെല്ലിനെ നമ്മൾ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഓരോ സബ് ഷെല്ലുകളെ സൂചിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സബ് ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഓരോ സബ് ഷെല്ലിലും ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പോൾ ഒന്നാമത്തെ സബ് ഷെല്ല് എസ് ആണ്. ആ ഒന്നാമത്തെ സബ് ഷെല്ലായ എസ്സിൽ എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും? 2 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും. ഇനി രണ്ടാമത്തെ സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണ്? രണ്ടാമത്തത് എസ് ആണ്. അപ്പോൾ എസ്സിൽ 2ഉം പിയിൽ പരമാവധി 6 ഇലക്ട്രോണുകളും ഉൾക്കൊള്ളും. ഇനി മൂന്നാമത്തത് ഏതാണ്? എസ് ആണ്. അപ്പോൾ അതിൽ 2 എണ്ണം കൊള്ളും. അടുത്ത ഏതാണ്? പി ആണ്. പിയിൽ 6 എണ്ണം ഉൾക്കൊള്ളും. അതിൽ ഡിയിൽ എത്ര ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളുന്നത്? 10 ഇലക്ട്രോണുകളാണ് ഡിയിൽ ഉൾപ്പെടുന്നത്. ഇനി അടുത്ത നാലാമത്തത്, അതിൽ ആദ്യം എസ്സിൽ 2 എണ്ണം, പിയിൽ എത്രയാണ്? പിയിൽ 6 എണ്ണം, ഡിയിൽ എത്രയാണ്? 10. എഫിൽ എത്രയാണ്? പരമാവധി 14. അപ്പം ഇങ്ങനെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സബ് ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് എസ് സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2, പി സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 6, ഡി സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 10, എഫ് സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 14. അപ്പോൾ ഇതാണ്
നമ്മുടെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞ SPDF എന്നീ സബ്ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ്ഷെല്ലിൽ വിന്യസിക്കപ്പെടുമ്പോൾ ഊർജം കുറഞ്ഞ സബ്ഷെല്ലിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമമായി നിറയുന്നതാണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ്, നമ്മൾ ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ്ഷെല്ലിൽ വിന്യസിക്കുമ്പോൾ എന്ത് ചെയ്യും, ഊർജം കുറഞ്ഞ സബ്ഷെല്ലിൽ നിന്ന് കൂടിയതിലേക്കാണ് ക്രമമായി എന്ത് ചെയ്യുന്നത്, നിറയ്ക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യയാണ് ഷെൽ നമ്പർ. നമ്മൾ നേരത്തെ ഷെല്ലിൻ്റെ നമ്പർ പറഞ്ഞല്ലോ, ഷെൽ നമ്പർ 1, അതുപോലെ 2, 3, 4 ഇങ്ങനെ 4 ഷെല്ലുകളുണ്ട്. SPDF നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ നമ്മുടെ ഷെല്ലുകളുടെ ഇടതുവശത്ത് എന്ത് ചെയ്താൽ ഇവിടെയായിട്ടാണ് ഈ ഷെൽ നമ്പർ, നമ്മൾ ഈ ഷെൽ നമ്പർ ഈ ഭാഗത്തായിട്ട് ചേർക്കും. ഇനി P ആണെങ്കിലോ ഇവിടെ 2, ഇവിടെ എന്നിട്ട് P ഇങ്ങനെയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്തെഴുതുന്നത്, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. അതിൽ ഷെൽ നമ്പർ ചേർക്കുന്നത് ഇങ്ങനെയാണ്. ഇനി എന്താണ്, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ വലതുവശത്ത് മുകളിലെ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്, ആ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും. ഇപ്പം നമ്മൾ എന്താണ് ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ഓരോ മൂലകങ്ങളും അതിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണവും അതുപോലെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഹൈഡ്രജനാണ് ഒന്നാമത് തന്നിരിക്കുന്ന മൂലകം. ഹൈഡ്രജൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ്, ഹൈഡ്രജൻ്റെ അറ്റോമിക നമ്പർ 1 ആണ്. അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്, ഹൈഡ്രജൻ എത്ര ഇലക്ട്രോണുകളേ ഉള്ളൂ, 1 ഇലക്ട്രോൺ ആണുള്ളത്, 1 ഇലക്ട്രോണുകൾ. അപ്പം നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും, അപ്പോൾ ഒന്നാമത്തെ സബ്ഷെല്ല് ഒന്ന് ഷെൽ നമ്പർ നമ്മൾ 1 എഴുതി. ഇനി ഒന്നാമത്തെ ഷെൽ ഏതാണ്, S ആണ്. അപ്പോൾ അത് അവിടെ എഴുതി. ഇനി അതിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എവിടെ എഴുതും, ഇവിടെ വലതു ഭാഗത്തായിട്ട് ഇങ്ങനെ എഴുതും. ഇതാണ് 1s1. ഇതാണ് എന്തെന്ന് പറയുന്നത്, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ഇനി അടുത്ത് തന്നിട്ടുണ്ട് ആരാണ്, ലിഥിയം. ലിഥിയത്തിൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ്, ലിഥിയത്തിൻ്റെത് 3 ആണ്, ലിഥിയം 3. അപ്പോൾ ലിഥിയത്തിൻ്റെ നമ്മൾ എങ്ങനെ എഴുതും, ഒന്നാമത്തെ ഷെല്ലിൻ്റെ നമ്പർ എഴുതി, 1 എഴുതി, S കൊടുത്തു. ഇനി അതിൽ എസ്സിൽ ഉൾക്കൊള്ളുന്ന പരമാവധി എണ്ണം നമുക്കറിയാം 2 ആണ്, ആ 2 ഇവിടെ കൊടുത്തു. ഇനി ബാക്കി എത്രയുണ്ട്, 3ൽ നിന്ന് 2 പോകുമ്പോൾ 1 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. അതിന് നമ്മൾ ഏത് ഷെല്ലിൽ കൊടുക്കുക, രണ്ടാമത്തെ ഷെല്ലിൽ, രണ്ടാമത്തെ ഷെൽ നമ്പർ, രണ്ടാമത്തെ ഷെല്ല് ഏതാണ്, നമ്പർ 2 ആണ്. ഇനി രണ്ടാമത്തെ ഷെല്ലിൽ ഒന്നാമത്തെ സബ്ഷെൽ ഏതാണ്, അത് S ആണ്. അതിൽ ഇനി ഒരെണ്ണം കൂടി കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്തെഴുതുന്നത്, ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. ഇനി അതുപോലെ താഴേക്ക് വരുമ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ്, ഒന്നുകൂടി പറയാം. നമ്മളിവിടെ സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുകയാണ്. അപ്പോൾ സോഡിയം നമുക്കറിയാം എത്രയാണ്, സോഡിയത്തിൻ്റെ അറ്റോമിക നമ്പർ 11. സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എങ്ങനെ എഴുതും, ഒന്നാമത്തെ ഷെല്ലെടുത്തു, 1s2 എഴുതി. ഇനി രണ്ടാമത്തെ ഷെൽ നമ്പർ, രണ്ടാമത്തെ ഷെല്ലിൽ എത്ര അംഗങ്ങളുണ്ട്, എസും ഉണ്ട് പിയും ഉണ്ട് അല്ലേ. അപ്പോൾ 2s നമ്മളെടുത്തു. 2 രണ്ടാമത്തെ എസ്സിൽ എത്ര പരമാവധി 2 ഉൾക്കൊള്ളും. അടുത്ത് 2p ആണ് വരുന്നത്. 2pയിൽ 6 എണ്ണം. പിയിൽ പരമാവധി ഉൾക്കൊള്ളുന്ന എണ്ണം, ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്, 6 ആണ്. അപ്പോൾ എത്രയായി, 1s2 2s2 2p6. അപ്പോൾ 6 4 10. ഇനി ഒരെണ്ണം കൂടി ബാലൻസ് ഉണ്ട്. അത് നമ്മൾ മൂന്നാമത്തെ നമ്പർ കൊടുക്കുന്നു, S കൊടുക്കുന്നു, അവിടെ 1 കൊടുത്തു. അപ്പം സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ഇങ്ങനെയാണ് നമ്മൾ സബ്ഷെൽ വിന്യാസം എഴുതുന്നത്. ഇനി നമ്മൾ ഇവിടെ ഒന്നുകൂടി പറയാം, ഏതാണ് നമ്മുടെ പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 19 ആണ്. അപ്പോൾ 19K. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്, ഇവിടെ 1s2 എഴുതി, 2s2 എഴുതി, 2p6 എഴുതി. പിന്നെ ഏതാണ് 2p6 കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എന്താണ് എഴുതുന്നത്, 3s2 എഴുതി.
അത് കഴിഞ്ഞ് 3p6 നമ്മൾ എഴുതി. ഇനി നമ്മൾ എഴുതേണ്ടത് ഏതാണ്? ക്രമപ്രകാരം നമ്മൾ ഇനി എഴുതേണ്ടത് 3d1 ആണ് വരേണ്ടത് അല്ലേ? ഇനി ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. ഇപ്പോൾ ഇവിടെ എത്രയായി? 18 ഇലക്ട്രോണുകളായി. അപ്പോൾ ഇനി ഇതിൽ 19 ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞു നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചായിരുന്നു. ഇലക്ട്രോൺ നമ്മുടെ ഊർജം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കാണ് നമ്മൾ ഈ സബ്ഷെൽ വിന്യാസം എഴുതുന്നത്. അതായത് ഷെല്ലുകൾ നിറയ്ക്കുന്നത് എങ്ങനെയാണ്? ഊർജം കുറഞ്ഞവയിൽ നിന്ന് കൂടിയതിലേക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ ഏതാ വരുന്നത്? എസ് ആണ് കുറഞ്ഞ ഊർജമുള്ളത്. അപ്പം നമ്മൾ എന്ത് എഴുതണം? 4s21 എന്ന് എഴുതും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി മൂലക ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമായത് അറ്റോമിക നമ്പറിനാണ്. അപ്പോൾ മൂലക ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്തിന് തുല്യമായിരിക്കും? അതിൻ്റെ അറ്റോമിക നമ്പറിന് തുല്യമായിരിക്കും. ഇനി ഇവിടെ സബ്ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്ന ആ ഒരു ക്രമം നമുക്ക് തന്നിട്ടുണ്ട്. ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? അതാണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഓർത്ത് വയ്ക്കുക. 1s 2s പിന്നെ അത് കഴിഞ്ഞാൽ 2p, അത് കഴിഞ്ഞ് ഏതാണ്? 3s വരും, പിന്നെ 3p വരും. 3p കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 3dയിലോട്ടല്ല പോകുന്നത്, 4sലേക്കാണ് പോകുന്നത്. 4s അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? 3d കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് 4s അല്ല 4p ആയിരിക്കും. 4s നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, 4p ആണ്. ഇങ്ങനെയാണ് സബ്ഷെല്ലിൻ്റെ ഊർജ്ജനില എന്ന് പറയുന്നത്. അപ്പോൾ ഊർജം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഇതേ രീതിക്കാണ് എഴുതാനുള്ളത്. അടുത്ത് സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറയുമ്പോൾ 3pയിൽ നിറച്ച ശേഷം 3dയിൽ നിറയ്ക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? 4sൽ നിറയ്ക്കുന്നതിന് കാരണം നമ്മൾ പഠിച്ചു. എന്താണ്? 4s സബ്ഷെല്ലിന് 3d സബ്ഷെല്ലിനേക്കാൾ എന്ത് കുറവായിട്ട്? ഊർജം കുറവാണ്. അപ്പോൾ 4s സബ്ഷെല്ലിന് 3dയേക്കാൾ ഊർജം കുറവായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 3p കഴിഞ്ഞതിന് ശേഷം 4sൽ ഇലക്ട്രോൺ നിറയ്ക്കുന്നത്. ഇനി സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. ഇനി ഇവിടെ സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോൺ പൂരണം തന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്കാൻഡിയത്തിൻ്റെ അറ്റോമിക നമ്പർ നമുക്കറിയാം 21 സ്കാൻഡിയത്തിൻ്റെ അറ്റോമിക നമ്പർ. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ നടക്കും? 1s2 പിന്നെ രണ്ടാമത് 2s2 2p6 പിന്നെ എങ്ങനെയാണ്? അത് കഴിഞ്ഞ് വീണ്ടും 3s2 3p6 3p കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെയാണ് കൊടുക്കുന്നത്? 4s2 ആണ്. 4s2 പിന്നെ എന്താണ്? അത് കഴിഞ്ഞിട്ടാണ് എങ്ങോട്ട് പോകുന്നത്? ബാക്കിയുള്ളത് 3dയിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ എത്രയായി? നമ്മുടെ ഇലക്ട്രോണുകൾ ഇവിടെ എത്ര എണ്ണമായി? 20 വരെ ആയി. ഇനി എത്ര? ഒരു ഇലക്ട്രോൺ ബാക്കിയുണ്ട്. അതിനെ നമ്മൾ ഇങ്ങനെ എവിടെ കൊടുക്കും? 3d1. അപ്പോൾ ഇങ്ങനെയാണ് സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അറ്റോമിക നമ്പർ കൂടിയ മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ആ മൂലകത്തിന് തൊട്ടു മുമ്പുള്ള പീരിയഡിലെ ഉത്കൃഷ്ട മൂലകത്തിൻ്റെ പ്രതീകം ബ്രാക്കറ്റിൽ കാണിച്ച് തുടർന്നുള്ള സബ്ഷെൽ വിന്യാസം കാണിച്ചാൽ മതിയാകും. അപ്പോൾ ചിലപ്പോൾ PSCയിലൊക്കെ നമുക്ക് എക്സാമിന് നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പോൾ അതിന് നമ്മളോട് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലൊക്കെ ചോദിക്കാം. എങ്ങനെയാണ്? ഇപ്പോൾ നമ്മളിപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക നമ്പർ എത്രയാണെന്ന് നമുക്കറിയാം. പൊട്ടാസ്യം എന്ന് പറയുന്നത് എത്രയാണ്? 19 അപ്പോൾ അതിന് മുമ്പുള്ള ഉത്കൃഷ്ട മൂലകം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ആർഗണാണ്. പൊട്ടാസ്യത്തിന് മുമ്പുള്ള ഉത്കൃഷ്ട മൂലകം ഏതാണ്? ആർഗണാണ്. അപ്പോൾ പൊട്ടാസ്യത്തിന് തൊട്ട് മുമ്പുള്ള പീരിയഡിലെ ഉത്കൃഷ്ട മൂലകം ഏതെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഏതാണ്? ആർഗണാണ്. അപ്പോൾ ആർഗണിൻ്റെ പ്രതീകം ചേർത്ത് പൊട്ടാസ്യത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് എങ്ങനെയാണ്? ഇവിടെ ആർഗണിൻ്റെ പ്രതീകം ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് ആർഗണിൻ്റെ പ്രതീകം? ഇങ്ങനെ എഴുതാം. 19 പൊട്ടാസ്യത്തിൻ്റെ എന്താണ് ഇലക്ട്രോൺ നമ്മുടെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്? ആർഗൺ എന്നിട്ടിട്ട് എന്ത് ചെയ്യും? നമ്മളൊരു ബ്രാക്കറ്റ് കൊടുക്കുക. കൊടുക്കുന്ന ബ്രാക്കറ്റിൻ്റെ ആ രീതി കൂടി നമ്മൾ നോക്കണം. അത് കഴിഞ്ഞിട്ട് എന്താണ് ബാക്കിയുള്ള ഇലക്ട്രോണുകൾ 4s1. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ നമ്മുടെ
ചില എന്താണ് ഉത്കൃഷ്ട മൂലകങ്ങൾക്ക് ശേഷമുള്ള മൂലകങ്ങൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. ഇനി അതുപോലെ തന്നെ സോഡിയത്തിന് മുമ്പുള്ള ഉത്കൃഷ്ട മൂലകം എന്ന് പറയുന്നത് ഏതാണ്? നിയോൺ ആണ്. അപ്പം നിയോണിൻ്റെ അറ്റോമിക് നമ്പർ 10 സോഡിയത്തിൻ്റെത് 11. അപ്പം നിയോൺ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? നിയോണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ്? 1s2, അതുപോലെ 2s2, പിന്നെ അതാണ് 2p6. ഇതാണ് നിയോണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ 2p6 ആയപ്പോൾ തന്നെ എന്തായത്? ഈ 6 വരുമ്പോൾ അതിൽ ഉൾക്കൊള്ളുന്ന ആ ഒരു ഉത്കൃഷ്ട മൂലകമാണത്. അതിൻ്റെ സ്ഥിരത കൈവരിച്ചു. അപ്പോൾ അതിന് ശേഷം വരുന്നത് സോഡിയമാണ്. സോഡിയം നമ്മളിങ്ങനെ 2p6 ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ എത്ര ബാലൻസ് വരും? 1 ബാലൻസ് വരും. അപ്പോൾ 3s1 എന്ന അടുത്ത് നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ സോഡിയം നമുക്ക് എങ്ങനെ എഴുതാം? നിയോൺ എന്ന് എഴുതിയതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്? ഇപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ 10, നിയോണിൻ്റെത് 10. നിയോൺ എന്ന് എഴുതി ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഏതെഴുതിയാൽ മതി? 3s1 ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ അതാണ് നമ്മൾ ഉത്കൃഷ്ട മൂലകത്തിന് ശേഷം വരുന്ന മൂലകങ്ങളുടെ കാര്യത്തിൽ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ചെയ്യുന്നത് അങ്ങനെയാണ്. ഇനി ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോൺ വിന്യാസത്തിന് ചില പ്രത്യേകതകളുണ്ട്. എന്താണ്? ഇപ്പോൾ കോപ്പറിൻ്റെ സബ്ഷെൽ വിന്യാസം എങ്ങനെയാണ് നമ്മൾ എഴുതുന്നതെന്ന് നോക്കാം. കോപ്പറിൻ്റെ അറ്റോമിക നമ്പർ കോപ്പറല്ല, ക്രോമിയത്തിൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 24. ക്രോമിയത്തിൻ്റെ അറ്റോമിക നമ്പർ 24 ആവുമ്പോൾ അതിൻ്റെ സബ്ഷെൽ വിന്യാസം നമ്മൾ എങ്ങനെ എഴുതും? അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6. അടുത്ത ഏതാണ്? അടുത്ത് നമ്മൾ ക്രമമായിട്ട് എഴുതാനുള്ളത് ഏതാണ്? 3d4 ആണ് എഴുതാനുള്ളത്. അല്ലെങ്കിൽ നമ്മൾ എന്തെഴുതും? നമ്മൾ 4s2 എഴുതിയിട്ട് 3d4 എഴുതും. അങ്ങനെയാണ് ശരിക്കും ഇത് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. മറിച്ച് എങ്ങനെയാണ്? അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? ഈ 3d4 എഴുതുന്നതിന് മുമ്പ് ഇവിടെ 3d അതുപോലെ 4s2 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്. മറിച്ച് എങ്ങനെയാണ്? ക്രോമിയത്തിൻ്റെ സ്ഥിരതയുള്ള സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? ഇവിടെ തന്നിരിക്കുന്ന ഇതേപോലെ എഴുതണം. അതിനുള്ള കാരണം നമ്മൾ പറയും. അത് ഇവിടെ എങ്ങനെ എഴുതേണ്ടത്? 1s2, 2s2, 2p6, അതുപോലെ 3s2, 3p6. പിന്നെ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? 3d5 എന്നാണ് ക്രോമിയത്തിൻ്റെയും അതുപോലെ കോപ്പറിൻ്റെയും ഇതേ മാതൃകയിലാണ് വരുന്നത്. അപ്പോൾ 3d5, അതുപോലെ ഏതാണ്? 4s1. ഇങ്ങനെയാണ് നമ്മുടെ ഏതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം? ക്രോമിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള കാരണമാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. ഡി സബ്ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. അപ്പോൾ ഡി സബ്ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺ എത്ര? 10. പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, ഒരു ഓർബിറ്റലിൻ്റെ കാര്യം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു എന്താണ്? ഇവിടെ എസ് സബ്ഷെല്ലിലെ ഓർബിറ്റിൻ്റെ എണ്ണം 1 എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ഓർബിറ്റലും നമ്മൾ പഠിച്ചു. അതിൽ ഡി സബ്ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10. ഇനി അതിൻ്റെ നേർപകുതി ഡി സബ്ഷെൽ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ പകുതി മാത്രം നിറഞ്ഞിരിക്കുന്നതോ ആയ ക്രമീകരണങ്ങൾ മറ്റുള്ളവയേക്കാൾ സ്ഥിരത കൂടിയവയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഡിയിൽ പരമാവധി 10 ഉൾക്കൊള്ളും. ഇനി 10ൻ്റെ പകുതി എന്താണ്? 5 ആയാലും മതി. 5 ആവണമെങ്കിലും പകുതി നിറഞ്ഞാൽ മതി. 5 ആണെങ്കിലും അതെന്ത് ചെയ്യും? സ്ഥിരത കൈവരിക്കും. അതുകൊണ്ടാണ് ക്രോമിയത്തിൻ്റെ കേസിൽ നമ്മൾ എന്തെഴുതിയത്? 3p6 ശേഷം എന്തെഴുതിയത്? 3p6 ശേഷം നമ്മൾ 3d5 എഴുതിയത്. അതാണ് ഇവിടെ ശരിയെന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? 3d5 ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും കാര്യത്തിൽ നമ്മൾ അങ്ങനെ എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ സ്ഥിരത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കോപ്പറിൻ്റെ എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ്? അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ d4 അതുപോലെ s2
D9S2 എന്നീ ഇലക്ട്രോൺ ക്രമീകരണം വരേണ്ട ആറ്റങ്ങളിൽ എന്ത് ചെയ്യും? സ്ഥിരതയ്ക്ക് വേണ്ടി ഇലക്ട്രോൺ പൂരണത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ D4 പിന്നെ S2 വന്നു. ഇവിടെ എന്താണ് ഇപ്പോൾ ഒരെണ്ണം നമ്മൾ എഴുതി, അപ്പോൾ D4 വന്നു, അതിനുശേഷം S2 വന്നു. ഇങ്ങനെ വന്നാൽ നമ്മൾ സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഒന്ന് ഇപ്പുറത്തെടുത്ത് D5 ആക്കണം. അപ്പോൾ ഇവിടെ സ്ഥിരത കൈവരും എന്നാണ് പറയുന്നത്. ഇനി D9 വന്നാലും അങ്ങനെയാണ്. D9 ആണ് വന്നത്. D9 വന്ന് അടുത്തത് S2 വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെയും ഇതേപോലെയാണ്. ഇതിൽ നിന്ന് ഒരെണ്ണം ഇപ്പുറത്ത് കൊണ്ടുവരുമ്പം D10 ആവും. D10 ആയാൽ ഇവിടെ എന്താവും? സ്ഥിരത കൈവരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും കേസിൽ ഇങ്ങനെ എഴുതുന്നത്. ഇതുപോലെ F സബ്ഷെല്ലിലെ F7 F14 ക്രമീകരണങ്ങളും കൂടുതൽ സ്ഥിരതയുള്ളതാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്താണ്, ഇപ്പോൾ എഫിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എഫിൻ്റെ പരമാവധി സബ്ഷെൽ വിന്യാസം എന്ന് പറയുന്നത് 14 പരമാവധി. ഇനി ഇതിൻ്റെ പകുതി 7 ആയാലും എന്താവും? ഇതിന് സ്ഥിരത കൈവരും എന്നാണ് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും ബ്ലോക്കുമാണ് നമ്മൾ പഠിക്കുന്നത്. അതിനു മുമ്പ് കോപ്പറിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എഴുതിയിട്ട് പോകാം. അപ്പോൾ ഈ കോപ്പറിൻ്റെ ഏതാണ് അറ്റോമിക നമ്പർ 29 ഓക്കെ. CU എത്രയാണ്? 29 അറ്റോമിക നമ്പർ. അപ്പം നമ്മൾ എങ്ങനെ എഴുതുന്നത്? 1s2 2s2 2p6 3s2 3p6 3p6. അടുത്ത് നമ്മൾ എഴുതേണ്ടത് ഏതാണ്? കോപ്പറിൻ്റെ കാര്യത്തിൽ നമ്മൾ എഴുതേണ്ടത് 3d10 ആണ് എഴുതുന്നത്. 3d10. പിന്നെ എന്തെഴുതും? 4s1. ഇങ്ങനെയാണ് നമ്മൾ എന്തെഴുതുന്നത്? ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും കാര്യം ഇതേപോലെയാണ്. നമ്മളിത് കാണാതെ പഠിച്ച് വെച്ചിരുന്നാൽ മതി. ഇതുപോലെ തന്നെയാണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ എത്രയായി? ഇപ്പോൾ ഇത് 29 ആയിട്ടുണ്ട്. നോക്കാം. അടുത്ത് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും ബ്ലോക്കുമാണ് പഠിക്കുന്നത്. മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോഡേൺ പീരിയോഡിക് ടേബിളിൽ അവയെ ക്രമീകരിച്ചിരിക്കുന്ന ബ്ലോക്കുകളാണ് ഈ പറഞ്ഞ SPDF എന്നിവ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പീരിയോഡിക് ടേബിളിൽ, മോഡേൺ പീരിയോഡിക് ടേബിളിൽ നമ്മുടെ മൂലകങ്ങളെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. SPDF ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. അപ്പോൾ ഒരു മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതി. അതിൽ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഏതാണ് ലിഥിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതി. ലിഥിയത്തിൻ്റെത് ഇവിടെ ലിഥിയത്തിൻ്റെത് എത്രയാണ്? 3 ലിഥിയം 3. അപ്പോൾ ഇവിടെ 1s2 എഴുതി. അടുത്ത എന്താണ്? 2s1. ഇതാണ് ഏത് ഇലക്ട്രോൺ നമ്മുടെ ലിഥിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം. ഇതിലെ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏതാണ്? ഏത് ബ്ലോക്കാണ്? S ബ്ലോക്കിലാണ്. അപ്പോൾ ഇത് ഉൾപ്പെടുന്ന ബ്ലോക്ക് ഏത് ബ്ലോക്കാണ്? S ബ്ലോക്ക് ആയിരിക്കും. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. പീരിയോഡിക് ടേബിളിലെ ബ്ലോക്കുകളെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. ഗ്രൂപ്പുകളും അതുപോലെ ബ്ലോക്കുകളും തന്നിട്ടുണ്ട്. 1, 2 ഗ്രൂപ്പ്. ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും ഏത് ബ്ലോക്കാണ്? S ബ്ലോക്കാണ്. അപ്പം ലിഥിയം എന്ന് പറയുന്നത് നമുക്ക് പറയാം എന്താണ്? S ബ്ലോക്കാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ 13 മുതൽ 18 വരെ ഉള്ള മൂലകങ്ങൾ ഏത് ഗ്രൂപ്പാണ്? P ബ്ലോക്കാണ്. P ബ്ലോക്ക്. ഏത് മുതൽ ഏത് വരെയാണ് P ബ്ലോക്ക്? 13 മുതൽ 18 വരെ. 13 മുതൽ 18 വരെ P ബ്ലോക്ക്. പിന്നെ ഏതാണ്? 3 മുതൽ 12 വരെ ആരാണ്? അത് നമ്മുടെ D ബ്ലോക്ക് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങളാണ്. അത് നമ്മൾ താഴോട്ട് പറയും.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പീരിയോഡിക് ടേബിളിൽ എന്ത് പിന്നെ കണക്കാക്കുന്നത്, അവിടെ ഗ്രൂപ്പും ബ്ലോക്കും കണക്കാക്കുന്നത്. അപ്പോൾ 1, 2 ഗ്രൂപ്പുകൾ ഏത് ബ്ലോക്കിൽ വരും? എസ് ബ്ലോക്കിൽ വരും. ഇനി പി ബ്ലോക്കിൽ വരുന്നത് ആരൊക്കെയാണ്? 13 മുതൽ 18 വരെയുള്ളവരാണ് പി ബ്ലോക്കുകാർ. ഇനി ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്നത് ആരെല്ലാം? 3 മുതൽ 12 വരെയുള്ളവരാണ് ഏതിൽ ഉൾപ്പെടുന്നത്? ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇതാണ് പീരിയോഡിക് ടേബിളിലെ ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് എഫ് ബ്ലോക്ക് മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിൽ ചുവടെ 2 പ്രത്യേക നിരകളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എഫ് ബ്ലോക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ എസും പിയും ഡിയും മാത്രമാണ് പറഞ്ഞത്. എസ് ആണ് പിന്നെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പാണ് ഏത്? എസ് എന്ന് പറഞ്ഞു. 13 മുതൽ 18 വരെ പി എന്ന് പറഞ്ഞു. 3 മുതൽ 12 വരെയുള്ളവർ ഡി എന്ന് പറഞ്ഞു. പക്ഷേ എഫ് ബ്ലോക്ക് മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിൽ എവിടെയാണ്? 2 പ്രത്യേക നിരകളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പീരിയോഡിക് ടേബിളിൽ ചുവടെയായിട്ട് എങ്ങനെയാണ്? 2 പ്രത്യേക നിരകളിലായിട്ടാണ് നമ്മുടെ എഫ് ബ്ലോക്ക് മൂലകങ്ങളെ, എഫ് ബ്ലോക്ക് മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പീരീഡ്, ഗ്രൂപ്പ് എന്നിവ കണ്ടെത്താം. അപ്പോൾ നമ്മൾ പീരീഡും ഗ്രൂപ്പും ഒക്കെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഇത് നമ്മൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ പീരീഡും ഗ്രൂപ്പും ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ബ്ലോക്ക്, പീരീഡ്, ഗ്രൂപ്പ് ഒക്കെ കണ്ടെത്താൻ ചോദിക്കാറുണ്ട്. ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ തന്നെയാണ് അത് ഉൾക്കൊള്ളുന്ന പീരീഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു മൂലകത്തിൻ്റെ സബ്ഷെൽ വിന്യാസം എഴുതുന്നു. ആ സബ്ഷെൽ വിന്യാസത്തിലെ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ തന്നെയാണ് അത് ഉൾക്കൊള്ളുന്ന പീരീഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ബാഹ്യതമ ഷെല്ലിൽ എഴുതുന്ന നമ്പർ എത്രയാണോ അതാണ് അത് ഉൾക്കൊള്ളുന്ന പീരീഡ് നമ്പർ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു മൂലകം തരുന്നു. ഏതാണ്? നമ്മളിവിടെ മൂലകം ഇവിടെ നോക്കിയേ, ഇവിടെ ബെറിലിയം തരുന്നു. ബെറിലിയത്തിൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ്? ബെറിലിയത്തിൻ്റെ അറ്റോമിക നമ്പർ 4 ആണ്. അപ്പോൾ നമ്മളതിൻ്റെ സബ്ഷെൽ വിന്യാസം എങ്ങനെ എഴുതും? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പം 1s2 2s2 എന്ന്, അത് 4 ആയല്ലോ. 2s2 ആണ് എഴുതിയത്. ഇനി ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ എത്രയാണ്? അപ്പോൾ ഇതിൽ നമ്മൾ പുറത്ത് എഴുതിയ ഷെല്ലിൻ്റെ നമ്പർ എത്രയാ? 2 ആണ്. അപ്പോൾ ഇതാണ് ഷെൽ നമ്പർ. അപ്പോൾ ഇതാണ് ആ ഷെല്ല്. ഇനി പീരീഡ് നമ്പർ ആണെങ്കിലോ, പീരീഡ് നമ്പരും ഏതാണ്? പീരീഡ് നമ്പരും 2 തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ മൂലകത്തിൻ്റെയും പീരീഡ് നമ്പരും ഷെല്ല് നമ്പരും എഴുതുന്നത്. ഇനി കാർബണിൻ്റെ അറ്റോമിക നമ്പർ 6 ആണ് കാർബണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ എഴുതും? 1s2 2s2 2p6. അപ്പോൾ 2p6 എഴുതുമ്പം ഇത് ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ എത്രയാണ്? 2 ആണ്. 2 ആണ്. 2p അതാണ് ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ. പീരീഡ് നമ്പർ ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? 2 തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ എസ് ബ്ലോക്ക് മൂലകങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. എസ് ബ്ലോക്ക് മൂലകങ്ങൾ പീരിയോഡിക് ടേബിളിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത് ടേബിളിൻ്റെ ഏറ്റവും ഇടത് ഭാഗത്താണ്. അപ്പോൾ നമുക്കറിയാം ഈ എസ് ബ്ലോക്ക് മൂലകങ്ങളൊക്കെ നമ്മൾ പീരിയോഡിക് ടേബിൾ കാണുമ്പം ആദ്യം ഇവിടെയായിട്ട് ഇങ്ങനെയാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നത്? ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയായിട്ടാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ ഉള്ളത്. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനം എവിടെയാണ്? ടേബിളിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ട സവിശേഷതകളാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ലോഹ സ്വഭാവം കൂടുതലാണ്. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് എന്ത് കൂടും? ലോഹ സ്വഭാവം കൂടുതലാണ്. അയോണീകരണ ഊർജം കുറവാണ്. അപ്പോൾ അതിൻ്റെ അയോണീകരണ ഊർജം എങ്ങനെയാണ്? കുറവാണ്. ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്. അപ്പോൾ ലോഹ സ്വഭാവം കൂടുതൽ, അയോണീകരണ ഊർജം കുറവ്, ഇലക്ട്രോനെഗറ്റിവിറ്റി ആർക്ക് കുറവ്? ആർക്കാ? എസ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് കുറവാണ്. ഇനി എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രൂപ്പ് നമ്പറാണ്. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അതിൻ്റെ എന്തിന് തുല്യമായിരിക്കും? ഗ്രൂപ്പ് നമ്പറിന് തുല്യമായിരിക്കും. ഇനി നമ്മൾ അടുത്ത് ഇവിടെ പറയുന്ന എന്താണ്?
ഒരു ഗ്രൂപ്പ് മൂലകങ്ങളും അവയുടെ ഗ്രൂപ്പുമാണ് ഇവിടെ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ എന്താണ് ലിഥിയത്തിൻ്റെ തന്നെ നമ്മൾ എന്താണ് ലിഥിയത്തിൻ്റെ സബ്ഷെൽ വിന്യാസം നോക്കാം. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് നമുക്ക് കിട്ടും. എങ്ങനെയാണെന്ന് നോക്കാം. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. അതിവിടെ തന്നിട്ടുണ്ട്. ഏതാണ് 3 വരുമ്പോൾ നമ്മൾ 1s2 2s1 3 അല്ലേ. അപ്പോൾ ഇത് നോക്കിയേ, അവസാന സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഇലക്ട്രോണുകളുടെ എണ്ണം 1. ഇനി ഗ്രൂപ്പ് നമ്പർ, അവസാന സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ഏതാണ്? 1. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇത് രണ്ടും ഏതാണ്? അപ്പോൾ എസ് ബ്ലോക്കിലാണ്, ഇത് എസ് സബ്ഷെല്ലിലാണ്. അവസാന സബ്ഷെല്ലിലെ ഇത് നോക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 2s1 ആണ് അവസാന സബ്ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം നോക്കി നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പും അതിൻ്റെ എന്തും കണ്ടുപിടിക്കുന്നു? പീരിയഡും കണ്ടുപിടിക്കുന്നു. അടുത്തത് ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ഉൾപ്പെടുന്ന പീരിയോഡിക് ടേബിളിലെ ബ്ലോക്കാണ് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും എവിടെയാണ് ഉൾക്കൊള്ളുന്നത്? എസ് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ഉൾപ്പെടുന്ന പീരിയോഡിക് ടേബിളിലെ ബ്ലോക്ക് ചോദിച്ചാൽ ഏത് ബ്ലോക്കാണ്? എസ് ബ്ലോക്കാണ്. ഇനി എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും കാണിക്കുന്ന സ്വഭാവം എന്ന് പറയുന്നത് ബേസിക് സ്വഭാവം അല്ലെങ്കിൽ ക്ഷാര സ്വഭാവമാണ്. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും കാണിക്കുന്ന സ്വഭാവം ഏതെന്ന് ചോദിച്ചാൽ ഏത് പറയും? ബേസിക സ്വഭാവമാണെന്ന് പറയും. എസ് ബ്ലോക്ക് മൂലകങ്ങൾ സാധാരണയായി നിർമ്മിക്കുന്ന സംയുക്തങ്ങളാണ് അയോണിക സംയുക്തങ്ങൾ. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ത് നിർമ്മിക്കുന്നു? അയോണിക സംയുക്തങ്ങളെ നിർമ്മിക്കുന്നു. എസ് ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നു. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. എസ് ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ആരെ വിട്ടുകൊടുക്കും? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്? എസ് ബ്ലോക്ക് മൂലകങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ നോക്കുന്നു. എന്താണ് എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ പറഞ്ഞതുവരെ ഒന്നുകൂടി നോക്കാം. ഇതിനെന്തൊക്കെ കൂടുതലാണ്? നമ്മൾ പറഞ്ഞു ലോഹ സ്വഭാവം കൂടുതലാണ്, അയോണീകരണ ഊർജം കുറവാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആൽക്കലൈനും അതുപോലെ ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ഏതിൽ ഉൾപ്പെടുന്നു? എസ് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്. എസ് ബ്ലോക്കിലെ മൂലകങ്ങളിൽ അതിൻ്റെ ഓക്സൈഡുകൾക്കും ഹൈഡ്രോക്സൈഡുകൾക്കും എന്ത് സ്വഭാവമാണെന്ന് പഠിച്ചു? ക്ഷാര സ്വഭാവം അല്ലെങ്കിൽ ബേസിക സ്വഭാവം അല്ലെങ്കിൽ ആൽക്കലി സ്വഭാവമാണെന്ന് പറഞ്ഞു. എസ് ബ്ലോക്ക് മൂലകങ്ങൾ നിർമ്മിക്കുന്നത് ഏത് സംയുക്തങ്ങൾ ഉപയോഗിച്ചാണ്? അയോണിക സംയുക്തങ്ങൾ ഉപയോഗിച്ചാണെന്ന് പഠിച്ചു. ഇനി എസ് ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ എന്ത് ചെയ്യും? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കോ സ്വീകരിക്കോ? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. ഇനി ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ രാസപ്രവർത്തനങ്ങളിൽ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഒന്നാം ഗ്രൂപ്പ് മൂലകമാണെങ്കിൽ രാസപ്രവർത്തനത്തിൽ 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2. ഇപ്പോൾ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ എത്ര ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു? 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ സംയോജകത അഥവാ വാലൻസി എന്ന് പറയുന്നത് 1 ആണ്. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ സംയോജകത എത്രയായിരിക്കും? 1 ആണ്. അതുപോലെ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഓക്സീകരണ അവസ്ഥ എന്ന് പറയുന്നത് +1 പോസിറ്റീവ് 1 ആയിരിക്കും. അപ്പോൾ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ വാലൻസി അഥവാ സംയോജകത 1 ആണ്. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഓക്സീകരണ അവസ്ഥ +1 അല്ലെങ്കിൽ പോസിറ്റീവ് 1 ആണ്. രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ സംയോജകത അപ്പോൾ എത്രയാണ്? 2 ആണ്. രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഓക്സീകരണ അവസ്ഥ എങ്ങനെയാണ്? +2 ആയിരിക്കും. +2 ആണ് രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഓക്സീകരണ അവസ്ഥ. നിശ്ചിത വാലൻസിയും ഓക്സീകരണാവസ്ഥയും കാണിക്കുന്ന മൂലകങ്ങളാണ് ഏത് മൂലകങ്ങൾ? എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകത എന്താണ്? അതിന് നിശ്ചിത വാലൻസി ഉണ്ട്, അതുപോലെ ഓക്സീകരണാവസ്ഥയും കാണിക്കുന്നതാണ് ആര്? എസ് ബ്ലോക്ക് മൂലകങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ
ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത് വളരെ കൂടി കൊണ്ടുവരികയാണ്. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ഒരു പാർട്ട് 1 ഇതുവരെ നമ്മൾ ചെയ്യുന്നു. അടുത്ത പി ബ്ലോക്ക് മൂലകങ്ങൾ മുതൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിട്ടാത്തവരെന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലായ PSC പ്രസം ഒഫീഷ്യൽ എന്ന് പറയുന്നിട്ടൊരു ടെലഗ്രാം ചാനലുണ്ട്. അതിൽ നിങ്ങൾ ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക. ആ ലിങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും ലിങ്കുകൾ അതിൽ ഇട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ക്വിസുകൾ, പിന്നെ നമ്മുടെ SCRTയുമായി ബന്ധപ്പെട്ട ഡെയിലി ക്വിസ് ബോട്ട് അതിൽ നമ്മൾ ചെയ്തിരിക്കും. അതുപോലെ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട ക്വിസുകൾ, അതുപോലെ കറണ്ട് അഫേഴ്സിൻ്റെ PDF ഒക്കെ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം നോട്ടുകളൊക്കെ വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.